നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഭാരതീയ ജ്യോതിഷ ശാസ്ത്രപ്രകാരം കാലപുരുഷൻ്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നതിൽ ഗ്രഹങ്ങളുടെ പങ്ക് വളരെ വലുതു തന്നെയാണ്. 2026 ജൂലൈ മാസം 5-ാം തീയതി, അതായത് കൃത്യമായി പറഞ്ഞാൽ നാളത്തെ ദിവസം അർദ്ധരാത്രി കഴിഞ്ഞ് 12 മണി 1 മിനിറ്റോടുകൂടി നവഗ്രഹങ്ങളിലെ സേനാധിപനായ കുജൻ അഥവാ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഇടവം രാശിയിലെ രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. നമ്മുടെ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളും പഞ്ചാംഗങ്ങളും കൃത്യമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത് ചൊവ്വയുടെ ഈ ഒരു മാറ്റം കേവലം ഒരു രാശിമാറ്റം മാത്രമായിട്ടല്ല, മറിച്ച് പറയുമ്പോൾ ഒരു ഊർജ വിന്യാസം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇടവം രാശി എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു സ്ഥിര രാശിയാണ്. അവിടെ നിൽക്കുന്ന രോഹിണി ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രം കൂടിയാകുന്നുണ്ട്. അഗ്നികാരകനായ ചൊവ്വ ജലകാരകനായ ചന്ദ്രൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ സംഭവിക്കുന്നതായ ഈ ഒരു യോഗം ചില നക്ഷത്രക്കാർക്ക് അവിചാരിതമായ ധനലാഭവും സ്ഥാനമാനാദി ലബ്ധിയും നൽകുമ്പോൾ മറ്റു ചിലർക്ക് ചെറിയ തോതിലുള്ള മനക്ലേശങ്ങൾക്കും ഇത് കാരണമാക്കാം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ ഗ്രഹമാറ്റം ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണകരമാകുന്നതെന്നും ഇവർ ദോഷപരിഹാരത്തിന് എന്ത് ചെയ്യണമെന്നുമാണ്. ജ്യോതിഷത്തിൽ കുജവത് കേതു എന്നും ശനിവത് രാഹു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ചൊവ്വയുടെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. ചൊവ്വ എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ഗ്രഹമാണ്. രോഹണം അഥവാ വളർച്ചയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജൂലൈ 5 മുതൽ ജൂലൈ 24 വരെയുള്ള ഏകദേശം ഒരു 20 ദിവസങ്ങൾ പ്രപഞ്ചത്തിലെ കർമ്മമണ്ഡലം വളരെ സജീവമായിരിക്കും. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൊവ്വ നിൽക്കുന്നത് ഇടവത്തിലാണ്. ഇടവക്കൂറ് എന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രതയുടെ രാശി കൂടിയാകുന്നു. അവിടെ കുജൻ കൂടി വരുമ്പോൾ പണം സമ്പാദിക്കുന്നതിനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ആഗ്രഹം വർദ്ധിക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, വീട് പണി എന്നിവ നടത്തുന്നവർക്കും എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ സുവർണ കാലഘട്ടം തന്നെയായിരിക്കും. എന്നാൽ രോഹിണി ഒരു മൃദു നക്ഷത്രമായതുകൊണ്ട് ചൊവ്വയുടെ തീഷ്ണത അവിടെ ചിലപ്പോൾ വൈകാരികമായ ചില പൊട്ടിത്തെറികൾക്ക് കാരണം കൂടി ആയേക്കാം. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും നമുക്ക് തന്നെ വിനയായി മാറാതിരിക്കാനുള്ള സൂക്ഷ്മത വേണം എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ നോക്കാം. പ്രധാനമായും ഈ യോഗം ഗുണം ചെയ്യുന്നത് 4 രാശിക്കാർക്കായിരിക്കും. അതിൽ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിയാണ് ആദ്യത്തേത്. ഇടവം രാശിക്കാരുടെ ജന്മനക്ഷത്രത്തിലേക്കോ അല്ലെങ്കിൽ ജന്മരാശിയിലേക്കോ ആണ് ചൊവ്വ വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിനെ ജന്മത്തിൽ കുജൻ എന്ന് പറയുമ്പോൾ ചെറിയ ഭയമൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ പേടിക്കേണ്ടതിൻ്റെ കാര്യമൊന്നുമില്ല. രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് ശശമഹായോഗം പോലെ തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഭയത്തിൻ്റെ ആവശ്യമില്ല. തൊഴിൽപരമായി ഒരു മാറ്റമൊക്കെ ഉണ്ടാകും. ശമ്പളത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. ഇനി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരം വന്നു ചേരും. എന്നാൽ ശരീരത്തിൽ ഒരു ഉഷ്ണം കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ചൂട് കൂടുതലായി തോന്നുന്നൊരവസ്ഥ, രക്തസമ്മർദ്ദം തോന്നുന്നതായ അവസ്ഥ, ഇതൊക്കെ ഒരു സാധ്യതകളാണ്. അപ്പോൾ ആരോഗ്യപരമായി ഇടവം രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. 20 ദിവസങ്ങൾ, നാളെ മുതൽ തുടങ്ങുന്നതായ 20 ദിവസങ്ങൾ, മകം, പൂരം, ഉത്രം, ചിങ്ങം രാശിയുടെ കാര്യത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ 10-ാം ഭാവത്തിലേക്കായിരിക്കും ചൊവ്വ വരുന്നത്. അപ്പോൾ ജ്യോതിഷത്തിൽ 10-ൽ ചൊവ്വ നിന്നാൽ ദിഗ്ബലം ലഭിക്കും എന്നാണ്. അതായത് ഇതൊരു രാജയോഗമാണ്. അപ്പോൾ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരായവർക്ക്, അധികാര പദവികൾ വഹിക്കുന്നവർക്ക്, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെയൊക്കെ ഒരു വാക്കിന് സമൂഹത്തിൽ വളരെയധികം വില അധികരിക്കുന്നതായ ഒരു സമയമായിരിക്കും. ഈ മുടങ്ങിക്കിടന്ന പ്രൊമോഷൻ ലഭിക്കുന്നതായ സമയം. അതേപോലെ ശത്രുക്കൾ പോലും ഈ ഒരു കാലയളവിൽ മിത്രമായി അല്ലെങ്കിൽ ചങ്ങാത്തം കൂടാൻ നിങ്ങളിലേക്ക് എത്തുന്ന 20 ദിവസങ്ങളായിരിക്കും. വിശാഖം, അനിഴം, തൃക്കേട്ട, വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ രാശിയാധിപൻ തന്നെ ചൊവ്വയാണല്ലോ. അപ്പോൾ ഇത് നിങ്ങളുടെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ 7-ാം ഭാവം ബിസിനസ്സിനെ അതേപോലെ പങ്കാളിയെയും സൂചിപ്പിക്കുന്നുണ്ട്. കച്ചവടപരമായി നോക്കിയാലും
കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ ലാഭം കൊയ്യാനായി സാധിക്കുന്നതാണ്. ഇനി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിലൊന്ന് പച്ചപിടിക്കാൻ സാധിക്കും. എന്നാൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ചെറിയ ചില തർക്കങ്ങളൊക്കെ വരാനുള്ള ചില ഒരു പിണക്കങ്ങൾ ചെറിയ തോതിലുള്ള, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നല്ല, ചെറിയ തോതിൽ ചെറിയ കാര്യങ്ങളിൽ നിന്നുള്ള ചില പിണക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പരിഹാരം എന്താണ്? ക്ഷമയാണ് ഈ 20 ദിവസങ്ങളിൽ വലിയ ഒരു പരിഹാരം എന്ന് പറയാനുള്ളത്. ഉത്രാടം, തിരുവോണം, അവിട്ടം മകരം രാശിക്കും നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്കായിരിക്കും ചൊവ്വയുടെ പ്രവേശനം വരുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറും, സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകും. ഓഹരി വിപണിയിലോ അല്ലെങ്കിൽ ചിട്ടിയിലോ ഒക്കെ പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്കും അപ്രതീക്ഷിതമായി ലാഭമൊക്കെ കൈവരുന്നതായിരിക്കും. അതേപോലെ മക്കളുടെ കാര്യങ്ങളോർത്ത് സന്തോഷിക്കാനുള്ള വകയും ഈ രാശിയിലുള്ള മാതാപിതാക്കൾക്ക് വന്നു ചേരുന്നതായിരിക്കും. അതേപോലെ മേടം, കർക്കിടകം, മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും. ഇവർക്ക് ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അശ്രദ്ധ നിമിത്തം ആ ഗുണങ്ങളിലും ചെറിയതായ ചില അതായത് ചെറിയ ചില ദോഷങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി മൂലം, പൂരാടം, ഉത്രാടം ധനുരാശിക്കാർക്കും 6-ാം ഭാവത്തിലെ ചൊവ്വ ശത്രുനാശവും വിജയവും ഒക്കെ നൽകും എങ്കിൽ പോലും നമ്മുടെ ഭാഗം എപ്പോഴും നമ്മൾ ക്ലിയറായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് എടുത്തുചാടിയുള്ള ചില കാര്യങ്ങൾ പോലും നമുക്ക് വിനയായി മാറാൻ ഒരു സാധ്യത വരുന്നു എന്നതുകൂടി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഗുണങ്ങളുള്ള ഒരു സമയം തന്നെയാണ്, എങ്കിലും ചില ദോഷവശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഏത് ഗുണം വരുമ്പോഴും അതിനോടൊപ്പം ചെറിയ ചില ദോഷങ്ങൾ കൂടിയുണ്ട്. അതാണ് പറയുന്നത്, പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈ ഗുണത്തെ പൂർണ്ണമായി നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കുക അല്ലെങ്കിൽ പ്രാപ്തമാക്കി എടുക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചൊവ്വ രോഹിണിയിൽ നിൽക്കുമ്പോൾ അംഗാരക യോഗം എന്നൊരവസ്ഥ ചിലപ്പോൾ സംജാതമാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർ, ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാരൊക്കെ വാഹന ഉപയോഗത്തിലൊരു അല്പ സൂക്ഷ്മത പുലർത്താൻ, അതീവ ശ്രദ്ധ പുലർത്താൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വേഗത കുറച്ച് എത്തേണ്ടടുത്ത് നമുക്ക് എത്തിച്ചേരണം എന്ന മനസ്സിൽ ദൃഢതയോടുകൂടി വേഗത കൂട്ടിയല്ല പോകരുത്, വേഗത കുറച്ച് പതിയെ പോയാൽ മതി. കാരണം ഈ ഒരു 20 ദിവസങ്ങൾ വാഹനവുമായി നമ്മൾ അല്പം വളരെ വേഗത കുറച്ച് പോകുന്നത് നമുക്ക് തന്നെയായിരിക്കും വളരെയധികം ഗുണം ചെയ്യുന്നത്. അതേപോലെ കുടുംബത്തിലാണെങ്കിലും സംസാരിക്കുമ്പോൾ വാക്കുകൾ പിഴയ്ക്കാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ചൊവ്വ നാവിന് വളരെ മൂർച്ച കൂട്ടുമെന്ന് പറയാറില്ലേ, അത് ബന്ധങ്ങളെപ്പോലും ചിലപ്പോൾ മുറിക്കാൻ കെൽപ്പുള്ളതായി മാറാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്, പൂർണ്ണമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ സാധ്യതയെ നമ്മൾ ആ സാധ്യത ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ളൊരു ശ്രദ്ധയാണ് വേണ്ടുന്നത്. അതേപോലെ ശരീരത്തിന് കാരണമില്ല ചില ചൂടൊക്കെ തോന്നിയൊക്കെ, ഈ തണുപ്പാണെങ്കിൽ പോലും നമുക്ക് ഒരു ചൂട് തോന്നുന്നതായ ഒരു അവസ്ഥ വരും. അതുപോലെ കണ്ണിന് ഇറിറ്റേഷൻ പോലെ എന്തെങ്കിലും വരാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ആരോഗ്യപരമായുള്ള ഒരു ശ്രദ്ധ കൂടുതൽ നാളെ മുതൽ 20 ദിവസങ്ങൾ കൊടുക്കുക എന്നതാണ് എടുത്തു പറയാനായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ മാറാനും ഈ പറഞ്ഞതായ ഗുണഫലങ്ങൾ പൂർണ്ണമായി നമ്മളിലേക്ക് എത്താനും നമ്മൾക്ക് ചില ലളിതമായ പരിഹാരങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അതായത് ചൊവ്വയുടെ അതിദേവത എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതം നോൽക്കുന്നത്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്, ഷഷ്ഠി സ്തുതികൾ വീട്ടിൽ തന്നെ ഇരുന്ന് ജപിക്കുന്നത്, സുബ്രഹ്മണ്യ ഭഗവാനെ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ ഈ ഒരു ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും ഇനി ഗുണഫലങ്ങളുള്ള നക്ഷത്രക്കാർക്ക് അത് പൂർണ്ണമായി പ്രാപ്തമാകാനും വളരെയേറെ സഹായിക്കുന്നതാണ്. അതേപോലെ ചൊവ്വാഴ്ചകളിൽ സന്ധ്യാസമയത്ത് വീടിന് എള്ളെണ്ണ ഒഴിച്ച്, വീടിൻ്റെ തെക്ക് ഭാഗത്തായി എള്ളെണ്ണ ഒഴിച്ച് 2 തിരിയിട്ട് വിളക്കൊക്കെ കത്തിക്കുന്നത് ചൊവ്വപരമായ എന്തെങ്കിലും ദോഷമുള്ള ഈ പറഞ്ഞ നക്ഷത്രക്കാർ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറാനായിട്ടും വളരെയധികം സഹായിക്കും. പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യാം, അതും പ്രത്യേകമായ വസ്തുക്കളുണ്ട്. അതായത് ചുവന്ന വസ്ത്രം, അതേപോലെ തന്നെ തൂവരപ്പരിപ്പ് എന്നിവയൊക്കെ ദാനം ചെയ്യുന്നതും സാമ്പത്തികമായ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് നമ്മളെ വളരെയേറെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു മന്ത്രം കൂടി പറഞ്ഞു തരാം. നിത്യവും രാവിലെ ഓം അംഗാരകായ നമ എന്നൊരു 9 തവണ ജപിക്കുന്നത് മനസ്സിന് ശാന്തതയും മനസ്സിനൊരു ധൈര്യവുമൊക്കെ തരുന്നതിന് സഹായിക്കും. അപ്പോൾ ഈ ഒരു 20 ദിവസത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം എന്താണ് നമുക്കറിയാമല്ലോ, മനസ്സ് ശുദ്ധമായിരിക്കുക എന്നതാണ്. മനസ്സിൽ ഈ ഞാനിവിടെ പോസിറ്റീവ് കാര്യവും പറഞ്ഞു, അല്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ ചില ആളുകളുണ്ട് ആ
പോസിറ്റീവ് കേൾക്കില്ല. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ നക്ഷത്രക്കാരെക്കുറിച്ച് മാത്രം കേട്ട് ടെൻഷൻ അടിക്കുന്ന, അങ്ങനെ ടെൻഷൻ അടിക്കാൻ പറഞ്ഞതല്ല. ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവ് വശം എന്തായാലും ഏത് കാര്യത്തിനും കാണും. ഒരു നാണയം എടുത്താൽ രണ്ട് വശം എന്ന് പറയാറില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ ഇവിടെ പ്രധാനമായി പറയാനുള്ളത് മനസ്സ് ശുദ്ധമായി വയ്ക്കുക എന്നതാണ്. ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഏത് ഗ്രഹദോഷത്തെയും നമുക്ക് മറികടക്കാം. അത് പരമമായ സത്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം പ്രകൃതി നിയമമായ കാര്യം തന്നെയാണ്. അപ്പോൾ നാളെ സംഭവിക്കുന്ന ഈ ഗ്രഹമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യം, ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ ഇരട്ടി ഭാഗ്യവും ഐശ്വര്യവും ദോഷങ്ങളൊക്കെ മാറി സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാതകം എന്നത് ഒരു വഴികാട്ടി മാത്രമാണ്. ആ വഴിയിലൂടെ സഞ്ചരിച്ച് വിജയം നേടേണ്ടത് നമ്മുടെ കർമ്മം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ അറിവും ഇന്നത്തെ അധ്യായവും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടകരമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അറിവും അധ്യായവുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.